ഹലോ ഫ്രണ്ട്സ്, ട്രാവൽഗ്രാം സെർസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മൾ പുതിയതായിട്ട് വാങ്ങിയ നമ്മളുടെ DJയുടെ മാവിക് മിനി ഡ്രോണിന്റെ ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ഒരു ഡ്രോൺ വാങ്ങുക എന്നുള്ളത് നമ്മൾ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് നാളത്തെ സേവിങ്സും കാര്യങ്ങളൊക്കെ കൂടെ കൂട്ടി വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഡ്രോൺ വാങ്ങിയിട്ടുള്ളത്. അതുപോലെ നമ്മൾ ഈ ഒരു ഡ്രോൺ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഫ്ലിപ്കാർട്ട്, ആമസോണിലൊക്കെ നോക്കിയിരുന്നു. ഫ്ലിപ്കാർട്ടിലൊന്നും അവൈലബിൾ അല്ല, പക്ഷേ ആമസോണിൽ അവൈലബിൾ ആണ്. ആമസോണിൽ കുറച്ച് ഓവർ പ്രൈസ്ഡ് ആണ്, ഏകദേശം ഒരു 70,000 ആ ഒരു റേഞ്ചിലൊക്കെയാണ് ഈ ഒരു ഡ്രോണിന്റെ വില വരുന്നത്. നമ്മൾ കേരളത്തിനകത്ത് തിരക്കിയപ്പോഴും ഒരുപാട് ഷോപ്പുകൾ നമ്മൾ വിളിച്ച് തിരക്കി, പക്ഷേ എവിടെയും അവൈലബിൾ അല്ല, അല്ലെങ്കിൽ ഉള്ളിടത്ത് വളരെ ഓവർ പ്രൈസ്ഡ് ആണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ നേരെ ബാംഗ്ലൂർ പോയിട്ട് ബാംഗ്ലൂരിൽ നിന്നാണ് നമ്മൾ ഈ ഒരു ഡ്രോൺ വാങ്ങിയിട്ടുള്ളത്. ബാംഗ്ലൂർ ആകുമ്പോൾ നമുക്ക് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ അവിടെ തന്നെ ഡ്രോണിന്റെ സർവീസും കാര്യങ്ങളും എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ തന്നെ പോയി എടുത്തത്. അതുപോലെ നമുക്ക് നല്ല റേറ്റ് കുറച്ചാണ് കേട്ടോ ഈ ഒരു ഡ്രോൺ കിട്ടിയിട്ടുള്ളതെന്ന് പറയുമ്പോൾ. നമ്മളിപ്പോൾ എടുത്തത് ഫ്ലൈമോർ കോംബോ ആണ് കേട്ടോ. സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ റേറ്റ് കുറച്ച് നമുക്ക് കിട്ടും. ഫ്ലൈമോർ കോംബോ നമുക്ക് അഡീഷണൽ കുറേ ആക്സസറീസ് ഒക്കെ വരുന്നത്. ഫ്ലൈമോർ കോംബോ എടുക്കാനുള്ള കാരണം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ട്രാവൽ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ ട്രാവലിങ്ങിലൊക്കെ നമുക്ക് ഈ ഒരു ഷൂട്ട് ചെയ്യാനും അതുപോലെ തന്നെ ബാറ്ററി ഒക്കെ പെട്ടെന്ന്, ഇതിന്റെ ബാറ്ററി ഒരുപാട് കപ്പാസിറ്റി ഉള്ള ബാറ്ററി അല്ലോ ഡ്രോണിന്റെ ബാറ്ററീസ് എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് 2-3 ബാറ്ററി ഒക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വീഡിയോസും ട്രാവലിങ്ങിലൊക്കെ നല്ല വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഫ്ലൈമോർ കോംബോ എടുക്കാനുള്ള മെയിൻ റീസൺ എന്ന് പറയും. നമ്മൾ ആൾറെഡി ഇത് അൺബോക്സ് ചെയ്തതാണ്, ഫസ്റ്റ് ഫ്ലൈ എല്ലാം കഴിഞ്ഞാണ്. ഇപ്പൊ നമ്മൾ ഒന്നുകൂടി ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇതെല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഈ ഒരു ഡ്രോണിന്റെ വിശേഷങ്ങളും അതുപോലെ തന്നെ ഈ ഒരു സ്പെക്കും കാര്യങ്ങളും ഒക്കെ ഒരു ചെറിയ ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള ഒരു പാക്കിങ്ങിലാണ് ഈ ഒരു DJയുടെ മാവിക് മിനി എന്ന് പറയുന്ന ഒരു മോഡൽ ഡ്രോൺ വരുന്നത്. ഈ ഒരു മാവിക് മിനി എന്ന് പറയുന്ന ഡ്രോണിന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ഈ ഒരു വെയിറ്റ് ആണ്. 249 ഗ്രാം ആണ് ഈ ഒരു ഡ്രോണിന്റെ ടോട്ടൽ വെയിറ്റ് വരുന്നത്. നമ്മുടെ ഇന്ത്യയിൽ ഒരു നിയമം വെച്ചിട്ട് 250 ഗ്രാമിൽ കൂടിയ ഡ്രോൺ മാത്രം നമ്മൾ രജിസ്റ്റർ ചെയ്താൽ മതി, ലൈസൻസ് ഒക്കെ എടുത്താൽ മതി. അപ്പോൾ ഇത് നമുക്ക് ലൈസൻസോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. 249 ഗ്രാം ആണ് ഇതിന്റെ വെയിറ്റ് വരുന്നത്. അതുപോലെ തന്നെ ഇതൊരു എവറിഡേ ഫ്ലൈ ക്യാം ആണ് കേട്ടോ. ഇവിടെ എഴുതിയിട്ടുണ്ട് മാവിക് മിനി എവറിഡേ ഫ്ലൈ ക്യാം. അതുപോലെ തന്നെ ഈ ആക്സസറീസ് ഒക്കെയാണ് ഇതിനകത്ത് കിട്ടുന്നത് കേട്ടോ. 3 ബാറ്ററീസ്, അതുപോലെ തന്നെ ഡ്രോണ്, അത് വെക്കാൻ ഒരു ബാഗ്, ഇതെല്ലാമാണ് ഇതിന്റെ ഒരു ഔട്ടർ കവറിംഗ് എന്ന് പറയുമ്പോൾ. ഇത് കണ്ടില്ല, ഇതിന്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. നമുക്ക് 4 കിലോമീറ്റർ ആണ് കേട്ടോ ഇതിന്റെ ഒരു ട്രാൻസ്മിഷൻ റേഞ്ച് വരുന്നത്. അതുപോലെ തന്നെ 249 ഗ്രാം 3 ആക്സസ് സിമ്പിൾ ആണ് ഇതിൽ വരുന്നത്. 2.7K നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും. അതും ഇതിന്റെ മറ്റൊരു പ്രത്യേകതയാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഏതായാലും ഈ ഒരു ഡ്രോൺ അൺബോക്സ് ചെയ്ത് ഇതിനകത്ത് എന്തൊക്കെയാണ് കിട്ടുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നോക്കാം. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു നമ്മളിത് ആൾറെഡി ഇതെല്ലാം അൺഫോൾഡ് ചെയ്തതാണ് കേട്ടോ. അപ്പൊ നമ്മൾ ആദ്യം നോക്കുമ്പോൾ ചെറിയൊരു ബോക്സ് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു ഡ്രോൺ, ഇതിലാണ് നമുക്ക് ഡ്രോണും ഇതിന്റെ അത്യാവശ്യമുള്ള ആക്സസറീസും കാര്യങ്ങളും എല്ലാം വരുന്നത്. അത്യാവശ്യം നല്ലൊരു മെറ്റീരിയൽ, നല്ല ഒരു കേസ് ആണ് കേട്ടോ ഈ വരുന്നതെന്ന് പറയുമ്പോൾ. അപ്പൊ ഇതാണ് നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റിയ ഒരു കേസ് പറയും. ഇത്രയും വലിയ ബോക്സ് നമുക്ക് ക്യാരി ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്ക് ഏതായാലും ഈ ഒരു ഡ്രോൺ അങ്ങോട്ട് മാറ്റി വെക്കാം. ഈ ബോക്സിനകത്ത് അല്ലെങ്കിൽ ഈ ഒരു പാക്കിങ്ങിനകത്ത് ബാക്കി എന്തൊക്കെയാണുള്ളത് നമുക്ക് നോക്കാം. അത് തന്നെ നമുക്ക് വേറൊരു വലിയ ബോക്സ് കൂടെ കാണാൻ പറ്റും. അപ്പൊ ഈ കാണുന്നത് പ്രൊപ്പലർ ആണ് കേട്ടോ. നമ്മളിത് ഇതൊന്നും എടുത്തിട്ടില്ല, പ്രൊപ്പലർ ഒന്നും. ആദ്യമായിട്ടൊക്കെ ഫ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു പ്രൊപ്പലർ ഒക്കെ യൂസ് ചെയ്തിട്ട് ഫ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡ്രോണിന് എന്തെങ്കിലും ക്രാഷ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ ഒരു പ്രൊപ്പലർ ഒടിഞ്ഞു പോകത്തേ ഉള്ളൂ. ഡ്രോണിന് കാര്യമായ കുഴപ്പങ്ങളൊന്നും പറ്റില്ല. അപ്പൊ അതിനുവേണ്ടിയൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ബിഗിനേഴ്സിന് പറ്റിയ ഒരു ആക്സസറി ആണ് കേട്ടോ ഈ ഒരു പ്രൊപ്പലർ എന്ന് പറയുമ്പോൾ. അപ്പൊ ഇത് നമ്മൾ എടുത്തിട്ടില്ല. അപ്പൊ ഇതിലെ 2 പ്രൊപ്പലറാണ് കേട്ടോ ഇതിനകത്ത് മെയിൻ ആയിട്ടും വരുന്നത്. അപ്പോൾ 2 പ്രൊപ്പലറും ഈ ഒരു വലിയ കേസിനകത്ത് നമുക്ക് കാണാൻ പറ്റും. അടുത്തായിട്ട് നമ്മൾ ഈ ഒരു ബോക്സിലേക്ക് നോക്കുമ്പോൾ ഇത് കണ്ടില്ല, ഇതുപോലത്തെ ചെറിയ ചെറിയ ഒരുപാട് പാക്കിങ്ങുകൾ നമുക്ക് കാണാൻ പറ്റും. ഈ കാണുന്നത് അതിന്റെ ഒരു വിങ്സ് ആണ് കേട്ടോ. നമുക്ക് ഏകദേശം ഒരു 3-4 സെറ്റിനടുത്ത് വിങ്സ് നമുക്ക് അഡീഷണൽ ആയിട്ട് കിട്ടുന്നുണ്ട്. ആ ഒരു ഡ്രോൺ ഫ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വിങ്സ് ആണ് കേട്ടോ ഈ കാണുന്നത് പറയുമ്പോൾ. നമുക്ക് എന്തെങ്കിലും ക്രാഷോ കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അഡീഷണൽ ആയിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അതിന്റെ സ്ക്രൂവും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിലെ ഒരു 3-4 അഡീഷണൽ വിങ്സ് നമുക്ക് ഇതിൽ കാണാൻ പറ്റും. അടുത്തതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഇത് എല്ലാ ബോക്സിലും നമുക്ക് ഇതുപോലെ ആ ഒരു സിമ്പിൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് വെച്ച് നമുക്ക് എന്താണ് ഇതിനുള്ളതെന്ന് നമുക്ക് കാണാൻ പറ്റും. ഈ കാണുന്നത് ചാർജിങ് കേബിൾ ആണ് കേട്ടോ. ചാർജിങ് കേബിൾ ഈ കാണുന്നത് അതിന്റെ വയേഴ്സും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ. ഇതിന്റെ ചാർജിങ് കേബിളുകൾ, അതുപോലെ തന്നെ 3 ടൈപ്പിലുള്ള കേബിളുകൾ, ട്രാൻസ്മിഷൻ കേബിളുകൾ നമുക്ക് ഇതിന് വരുന്ന ഈ ഒരു ഡ്രോണും ഫോണുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഐഫോണിന് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ USB ടൈപ്പ്, അതുപോലെ തന്നെ പിന്നൊന്ന് പറയുമ്പോൾ C ടൈപ്പ് ആണ്. അപ്പൊ ഈ ഒരു 3 ടൈപ്പ് കേബിളുകളും ഇതിന്റെ കൂടെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. കാരണം ഈ ഒരു 3 ടൈപ്പ് ഏത് ഫോൺ യൂസ് ചെയ്താലും നമുക്ക് ഈ ഒരു കേബിൾ വെച്ച് അത് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. ഈ കാണുന്ന പറയുമ്പോൾ ആ ഒരു RC കൺട്രോൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള സ്റ്റിക്കുകളാണ് കേട്ടോ ഈ കാണുന്ന പറയുമ്പോൾ. ചെറിയ 2 അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആൾറെഡി ഇതിനകത്തുണ്ട്. അപ്പോൾ അതിലെന്തെങ്കിലും കളഞ്ഞു പോകുക അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്റ്റിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ അതുപോലെ ഒരു സ്ക്രൂ ഡ്രൈവർ വരുന്നുണ്ട് കേട്ടോ. കാരണം ഈ ഒരു നമ്മൾ ഫ്ലൈ ചെയ്യുമ്പോൾ വിങ്സ് ഒക്കെ ക്രാഷ് ആവുക അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ വരികയാണെങ്കിൽ ഈ ഒരു നമുക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ആ ഒരു സ്ക്രൂ അഴിച്ചിട്ട് നമുക്ക് വേറെ വിങ്സ് ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന. നമ്മൾ ഈ ഒരു കവറൊന്നും പൊട്ടിച്ചിട്ടില്ല കേട്ടോ, ഇതെല്ലാം അങ്ങനെ തന്നെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ഒരു അഡീഷണൽ ചാർജിങ് കേബിളൂടെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ നമുക്ക് ആൾറെഡി ഒരെണ്ണം ഉള്ളതാണ്. അപ്പോൾ അതിന്റെ കൂടെ അഡീഷണൽ ആയിട്ട് നമുക്ക് കളഞ്ഞു പോകുക അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കേബിളാണ് വീണ്ടും അതിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അടുത്തായിട്ട് വരുന്ന ബോക്സ് എന്ന് പറയുമ്പോൾ ഒരു അഡാപ്റ്റർ ആണ് കേട്ടോ. ഇതും കണ്ടില്ലേ, ഇതെല്ലാം അത്യാവശ്യം നല്ല പാക്കിങ്ങിലാണ് കേട്ടോ ഈ ഒരു അഡാപ്റ്ററും കാര്യങ്ങളും എല്ലാം ഇവർ തന്നിട്ടുള്ളത്.
എല്ലാം ഓരോരോ സെപ്പറേറ്റ് ബോക്സിനകത്ത് അതിന്റെ സൈഡിൽ പടങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു പിക്ചേഴ്സ് കണ്ടിട്ട് പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. ഇതാണ് ഒരു അഡാപ്റ്റർ, ഫാസ്റ്റ് ചാർജിങ് ആണ്. അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു പിന്നാണ് കേട്ടോ ഇതിന് വരുന്നത്. അപ്പോൾ ഈ ഒരു അഡാപ്റ്റർ നമുക്ക് ഇതിനകത്ത് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അടുത്തായിട്ട് നമുക്ക് ഈ ഒരു ബോക്സിൽ വരുന്ന പറയുമ്പോൾ യൂസർ മാനുവൽ ആണ് കേട്ടോ. ബുക്ക്ലെറ്റ് പോലെ ചെറിയ ചെറിയ ബുക്ക്ലെറ്റ് ആയിട്ട് ഇങ്ങനത്തെ എങ്ങനെയാണ് ഫ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് യൂസ് ചെയ്യണമെന്നൊക്കെയുള്ള ആ ഒരു കാര്യങ്ങളെല്ലാം അവർ ഇതിൽ ഒരു ഫോട്ടോ സഹിതം കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് നല്ല ഒരു കണ്ടില്ല, നല്ലൊരു ബോക്സിനകത്ത് നല്ലൊരു പാക്കിങ്ങോടെയാണ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതെ ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഒരു സിലിക്കാ ജെല്ല് അത് കൊടുത്തിട്ടുണ്ട്. വേറെ ഒന്നും പ്രത്യേകിച്ച് അങ്ങനെ ഈ ഒരു ബോക്സിനകത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതാണ് ഫ്ലൈമോർ കോംബോ എന്ന് പറയുന്നത്. നമുക്ക് എല്ലാ സാധനങ്ങളും വിങ്സ് ആയാലും ചാർജിങ് കേബിൾ ആയാലും എല്ലാം അവർ അഡീഷണൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് നല്ല ഒരു കാര്യം തന്നെയാണ് കേട്ടോ. കാരണം യൂസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും മിസ്സാവോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ അഡീഷണൽ തന്നിട്ടുള്ള വിങ്സ് ഒക്കെ അഡീഷണൽ 4 തന്നിട്ടുണ്ട്. അപ്പോൾ അത് വളരെ നല്ലൊരു കാര്യമാണ് കേട്ടോ. നമ്മൾ ഫ്ലൈ ചെയ്യുമ്പോഴൊക്കെ എന്തെങ്കിലും അങ്ങനെ കാര്യങ്ങൾ ക്രാഷോ കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു അഡീഷണൽ തന്നിട്ടുള്ള വിങ്സ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു സാധനങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഡിജെയുടെ മാവിക് മിനി എന്ന ഡ്രോൺ അടുത്തായിട്ട് നമുക്ക് ഓപ്പൺ ആക്കി നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ അത്യാവശ്യം നല്ല ഒരു ഹാർഡ് കേസിലാണ് ഈ ഒരു ഡ്രോൺ വന്നിട്ടുള്ളത്. നല്ല ഒരു കേസാണ്, നമുക്ക് ക്യാരി ചെയ്യാൻ നല്ലൊരു മെറ്റീരിയൽ, നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു സ്റ്റാൻഡേർഡ് ഫീൽ വരുന്ന ഒരു പാക്കിംഗ് ഒരു കേസാണ് കേട്ടോ എന്ന് പറയും. അപ്പൊ നമുക്ക് ഏതായാലും ഇത് ഓപ്പൺ ആക്കി നോക്കാം. അപ്പോൾ ഈ കാണുന്ന ഐറ്റംസ് ഒക്കെയാണ് നമ്മുടെ ഈ ഒരു ബോക്സിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നവർ. ഫസ്റ്റ് ഡ്രോൺ, അതുപോലെ തന്നെ ഒരു 3-വേ ചാർജിങ് ഹബ്ബ്, അതിന് ഒരു 3 ബാറ്ററീസ് നമുക്ക് ഇതിൽ ഇടാൻ പറ്റും. അതുപോലെ തന്നെ RC കൺട്രോളർ. അപ്പോൾ ഈ ഒരു ബോക്സ് നമ്മൾ ക്യാരി ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം വേണ്ട ഫ്ലൈ ചെയ്യാൻ വേണ്ട കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു ബോക്സിനകത്ത് കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഒരു 3-വേ ചാർജിങ് ഹബ്ബ് നമുക്ക് കാണാൻ പറ്റും. 3 ബാറ്ററീസ് ആണ്. ഇതൊരു ഫ്ലൈമോർ കോംബോ അതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ഒരു 3 ബാറ്ററീസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് ഈ ഒരു ചാർജിങ് ലൈറ്റ് എത്ര ചാർജ് ഉണ്ടെന്ന് നമുക്ക് ഈ ഒരു ലൈറ്റ് ഇൻഡിക്കേഷൻ വെച്ച് അറിയാൻ പറ്റും. സൈഡിലായിട്ട് സ്വിച്ച് കാണാൻ പറ്റും. അത് ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തൊക്കെ എത്ര ചാർജ് ആണ് നമുക്ക് അറിയാൻ പറ്റും. ഇത് കണ്ടിട്ട് ഈ ഒരു ലൈറ്റ് ഇൻഡിക്കേഷൻ വെച്ചിട്ട് എത്ര ചാർജ് ആണ്, ഇതിപ്പോ 3 ഫുൾ ചാർജ് ആണ്. അപ്പൊ അത് നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇത് ചാർജ് ചെയ്യാം. ഈ ഒരു ഹബ്ബ് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു ബാറ്ററി ഇട്ടിട്ട് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ചാർജിങ് പോർട്ടാണിത്. പിന്നെ ഈ കാണുന്ന പറയുമ്പോൾ നമുക്ക് USB കേബിൾ ഒക്കെ വെച്ചിട്ട് നമ്മുടെ ഫോണിലേക്ക് ചാർജ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഇതൊരു പവർ ബാങ്ക് ആയിട്ട് നമുക്ക് ഈ ഒരു ബോക്സ് അല്ലെങ്കിൽ ഈ ഒരു ചാർജിങ് ഹബ്ബ് നമുക്ക് പവർ ബാങ്ക് ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്തായിട്ട് നമുക്ക് കാണാൻ പറ്റും ഒരു RC കൺട്രോളർ. അപ്പൊ ഇതുവഴിയാണ് നമ്മൾ ആ ഒരു ഡ്രോൺ നമ്മുടെ ഫോണുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഈ ഒരു RC കൺട്രോളർ വഴിയാണ് നമ്മൾ ഡ്രോൺ നമ്മൾ മാനേജ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയാണ് നമുക്ക് ഫോൺ വെക്കാനുള്ള ആ ഒരു ഏരിയ എന്ന് പറയുമ്പോൾ. ഇത് കണ്ടില്ലേ, ഇവിടെ നമുക്ക് ഫോൺ കണക്ട് ചെയ്തിട്ട് നമുക്ക് ഇവിടെ വെച്ച് ഇങ്ങനെ ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇത് കൺട്രോൾ ചെയ്യാനുള്ള സ്റ്റിക്ക് നമുക്ക് ഇവിടെ ആയിട്ട് കാണാൻ പറ്റും. അപ്പൊ ഈ ഒരു സ്റ്റിക്ക് നമ്മൾ ഇവിടെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു RC രണ്ട് സൈഡിലായിട്ട് സ്പേസ് ഒക്കെ ഒരുപാട് ലാഭിക്കാൻ വേണ്ടി ആയിരിക്കും കാരണം ഇങ്ങനെ ഒരു സെറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ നമ്മുടെ ഫോൺ കണക്ട് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഇതിലും നമുക്ക് ഈ ഒരു ചാർജ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഈ ഒരു RC കൺട്രോളർ, ഈ RC കൺട്രോളർ എന്ന് പറയുമ്പോൾ ഒരുപാട് ചാർജ് നിൽക്കുന്ന കേട്ടോ. ബാറ്ററീസിന്റെ പോലെയല്ല, നമ്മൾ ഒരു വട്ടം ചാർജ് ചെയ്യാൻ നല്ല പോലെ ചാർജ് ചെയ്യുന്നതാണ് കേട്ടോ. കാരണം ഒരുപാട് ചാർജ് ചെയ്ത് RC കൺട്രോളർ പിടിക്കുന്നതല്ല. അപ്പൊ ഇതിന്റെ നമുക്ക് ചാർജ് ഇവിടെ അറിയാൻ പറ്റും. ലൈറ്റ് ഇൻഡിക്കേഷൻ ഒക്കെ ഉണ്ട്. അപ്പൊ ഇതിൽ ഞെക്കി കഴിഞ്ഞാൽ അപ്പൊ ഇതും ഫുൾ ചാർജ് ആണ്, നമുക്ക് ഇത് കാണാൻ പറ്റും ഫുൾ ചാർജ്. അതുപോലെ രണ്ട് സൈഡിലും 2 സ്റ്റിക്കുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സ്വിച്ച്, റിട്ടേൺ ടു ഹോം എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും പാനിക് സിറ്റുവേഷനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ക്രാഷോ കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഹോം ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ, ബാക്ക് ടു ഹോം ആ ഒരു ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ ഡ്രോൺ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ എവിടെ നിന്നാണോ ടേക്ക് ഓഫ് ചെയ്തത് അവിടെ തന്നെ ഈ ഒരു ഡ്രോൺ തിരിച്ചെത്തുന്നതാണ്. നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ 2 സ്വിച്ചുകൾ കാണാൻ പറ്റും. ഇത് വീഡിയോ റെക്കോർഡ് ചെയ്യും. അതുപോലെ തന്നെ ഈ കാണുന്നത് ഫോട്ടോ എടുക്കുന്നതാണ്. നമ്മൾ ഫ്ലൈ ചെയ്യുന്ന സമയത്തൊക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്വിച്ച് യൂസ് ചെയ്യുന്നത്. ഈ കാണുന്നതാണ് ഇതിന്റെ 2 ആന്റിനാസ് എന്ന് പറയുമ്പോൾ. നമ്മൾ ഫ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ ഫ്ലൈ ചെയ്യാത്ത സമയത്ത് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഫ്ലൈ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഈ ഒരു ആന്റിനാസ് നമ്മൾ നേരെ വെക്കേണ്ടതാണ്. അപ്പോൾ ഇതുവഴിയാണ് ഈ ഒരു RC കൺട്രോളറും ഡ്രോണും തമ്മിലുള്ള സിഗ്നൽ ട്രാൻസ്മിഷൻ ഒക്കെ നടക്കുന്നത്. അപ്പോൾ ഇത് കണ്ടില്ല, നമുക്ക് ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരുപാട് സ്വിച്ചുകളോ കാര്യങ്ങളൊന്നും നമുക്ക് ഈ ഒരു RC കൺട്രോളർ കാണാൻ പറ്റില്ല. അത് നല്ലൊരു കാര്യം തന്നെയാണ് കേട്ടോ. കാരണം ഈ ഒരു പവർ സ്വിച്ചും അതുപോലെ ബാക്ക് ടു ഹോം സ്വിച്ചും പിന്നെ ഈ ഒരു ജോയിസ്റ്റിക്കും ഇത്രയും മാത്രമേ നമുക്ക് ഇവിടെ കാണാൻ പറ്റൂ. അതുപോലെ ഇത് നമ്മൾ ഫോണുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു പോർട്ടാണ് കേട്ടോ. ഇവിടെ നമുക്ക് ഫോൺ കണക്ട് ചെയ്തിട്ട് നമ്മുടെ ഫോണുമായിട്ട് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഈ ഒരു RC കൺട്രോളർ. അത് അടുത്തായിട്ടാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഡ്രോൺ, ഡിജെയുടെ ഈ ഒരു കുഞ്ഞൻ ഡ്രോൺ നമുക്ക് കാണാൻ പറ്റും. ഇത് കണ്ടില്ലേ, വളരെ ഹാൻഡി ആയിട്ടുള്ള വളരെ ഒരു കുഞ്ഞു ഡ്രോൺ ആണ് കേട്ടോ. ഇത് കണ്ടില്ലേ, നമ്മുടെ ആ ഒരു കൈക്കകത്തിരിക്കുന്ന ആ ഒരു ചെറിയ ഡ്രോൺ ആണ് കേട്ടോ. കണ്ടില്ലേ, ഇത് നമ്മുടെ ആ ഒരു കൈയുടെ ആ ഒരു ഹാൻഡിലിരിക്കുന്ന അത്രയും വലിപ്പമുള്ള ഒരു ഡ്രോൺ ആണ്. നാനോ ഡ്രോൺ ആണ് കേട്ടോ. അതുപോലെ അതിന്റെ വിങ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഡിജെയുടെ ഒരു എംബ്ലം കാണാൻ പറ്റും. അപ്പോൾ ഇതിലും അങ്ങനെ ഒരുപാട് സ്വിച്ചുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവിടെ സെൻസറുകൾ രണ്ടെണ്ണം കാണാൻ പറ്റും. ഇവിടെ ഇൻഡിക്കേഷൻ ലൈറ്റ്, അതുപോലെ തന്നെ ഇവിടെ കാണുന്നതാണ് ഈ ഒരു ബാറ്ററി. ഇപ്പൊ നമ്മൾ ഇട്ടിട്ടില്ല. അപ്പോൾ ഇവിടെയാണ് ഈ ഒരു ഡ്രോൺ ഓൺ ആക്കുന്നത് പറയുമ്പോൾ. പിന്നെ അങ്ങനെ സ്വിച്ചുകളോ കാര്യങ്ങളോ നമുക്ക് ഇവിടെ മെമ്മറി കാർഡ് ഇടാനുള്ള ഒരു പോർട്ട് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഈ ഒരു ഡ്രോൺ ഒന്ന് അൺഫോൾഡ് ചെയ്ത് നോക്കാം. കണ്ടില്ലേ, ഇങ്ങനെയാണ് ഈ ഒരു ഡ്രോൺ അൺഫോൾഡ് ചെയ്യുന്നത്. വളരെ കറക്റ്റ് ആയിട്ട് വേണം നമ്മൾ അൺഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ, ഇപ്പൊ ഈ ഒരു ഡ്രോൺ നമ്മൾ അൺഫോൾഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ
ക്യാമറ വരുന്നത് ഈ കാണുന്ന സ്ഥലത്താണ് കേട്ടോ ക്യാമറ വരുന്നത്. അതുപോലെ നമുക്ക് ഇവിടെ ഒരു ക്യാമറ പ്രൊട്ടക്ടർ കാണാൻ പറ്റും. ഇത് കണ്ടില്ലേ, ഈ ഒരു ഇത് ഊരി കഴിഞ്ഞാൽ നമുക്ക് ക്യാമറ ഇവിടെ ഇരിക്കുന്ന കാണാൻ പറ്റും. ഒരു 3 ആക്സിസ് സിമ്പിളാണ് കേട്ടോ ഇതിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സ്റ്റെബിലിറ്റി ഉള്ള ഒരു വീഡിയോസ് ഒക്കെ നമുക്ക് ഇതിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ബാറ്ററി ഇടാതെ ഇതിന്റെ വെയിറ്റ് പറഞ്ഞത് ഏകദേശം 150 ഗ്രാമാണ് കേട്ടോ ഇതിന്റെ വെയിറ്റ് വരുന്നത്. ബാറ്ററിയും കൂടി ഇട്ട് കഴിയുമ്പോൾ ഏകദേശം 249 ഗ്രാമിനടുത്ത് മാത്രമേ ഇതിന് വെയിറ്റ് വരുന്നുള്ളൂ. അപ്പൊ ഇവിടെ കണ്ടില്ലേ, ഈ ഒരു സ്ഥലത്താണ് നമ്മൾ ഇതിന്റെ ബാറ്ററി ഇടുന്നത്. ഇത് കണ്ടില്ലേ, ഇവിടെയാണ് ബാറ്ററി നമ്മൾ ഇടുന്നത്. അപ്പൊ ഇപ്പൊ നമ്മൾ ബാറ്ററി ഇട്ടിട്ടില്ല. ബാറ്ററി ഇടുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒരു ലോക്കും ഇവിടെയും തമ്മിൽ കണക്ട് ചെയ്ത് അങ്ങനെ വേണം ബാറ്ററി ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ, വളരെ സിമ്പിൾ ആണ്. ഇത് ഇങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ബാറ്ററി ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇത് അടയ്ക്കുക. ഇപ്പൊ നമ്മളിത് ഇവിടെയാണ് ഡ്രോൺ ഓൺ ആക്കുന്നത്. ബാറ്ററി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെയാണ് ഈ ഒരു ഡ്രോൺ ഓൺ ആക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ 2 സെൻസേഴ്സ് കാണാൻ പറ്റും കേട്ടോ. ഇതുപോലെ ഒബ്സ്റ്റക്കിൾ സെൻസർ ആണ്. നമ്മൾ എന്തെങ്കിലും അടിയിൽ എന്തെങ്കിലും താഴെ എന്തെങ്കിലും ഒബ്ജക്റ്റ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഡ്രോൺ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ മുകളിലേക്ക് പൊങ്ങുന്നതാണ്. അപ്പൊ അതിന് വേണ്ടിയുള്ള 2 സെൻസേഴ്സ് നമുക്ക് ഇതിൽ കാണാൻ പറ്റും. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ഇനി ഒരു ഡ്രോൺ ഓൺ ആക്കാം. ഇത് കണ്ടില്ലേ, ആദ്യം എങ്ങനെയാണ് ഓൺ ആക്കുന്നത് വെച്ചാൽ ആദ്യം ഒരു വട്ടം പ്രസ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ലോങ് പ്രസ് ചെയ്യുക. ഇത് കണ്ടില്ലേ, അപ്പൊ ഒരു സൗണ്ട് ഒക്കെ കേൾക്കും. അതുപോലെ തന്നെ ആ ഒരു ക്യാമറ ഒക്കെ ഒന്ന് കാലിബ്രേറ്റ് ആയി, വിങ്സ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മൂവ് ആയിട്ടൊക്കെ നമുക്ക് ആ ഒരു ക്യാമറ കാലിബ്രേറ്റ് ആയിട്ട് നിൽക്കുന്ന കാണാൻ പറ്റും. ഇത് കണ്ടില്ലേ. അടുത്തായിട്ട് നമുക്ക് ഈ ഒരു RC കൺട്രോളർ എങ്ങനെയാണ് ഓൺ ആക്കുന്നത് നോക്കാം. ഇതും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആദ്യം ഒരു വട്ടം പ്രസ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ലോങ് പ്രസ് ചെയ്യുക. അതും സൗണ്ട് കേൾക്കും ഓൺ ആകുമ്പോൾ. അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു ഡ്രോണും അതുപോലെ ഈ ഒരു RC കൺട്രോളും നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഇതൊക്കെയാണ് ഈ ഒരു ഡ്രോണിന്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ. നമ്മൾ അങ്ങനെയുള്ള ഒരു ചെറിയ വീഡിയോ ആണ്, അൺബോക്സിംഗ് വീഡിയോ ആണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഇതിന്റെ ഫ്ലൈ ചെയ്തിട്ടുള്ള വിഷ്വൽസും അതുപോലെ തന്നെ എങ്ങനെയാണ് ഇത് കണക്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് ഫ്ലൈ ചെയ്യുന്നത്, അതൊക്കെ നമ്മൾ ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഇടുന്നതാണ്. ഇത് നമ്മൾ ജസ്റ്റ് ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ട് മാത്രം ചെയ്താണ് കേട്ടോ ഇത്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വേറൊരു വീഡിയോയിൽ നമ്മൾ ഇതെല്ലാം കാണുന്നതാണ്. വിഷ്വൽസും അതുപോലെ തന്നെ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് എല്ലാം നമ്മൾ വേറൊരു വീഡിയോയിൽ കാണുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാണെന്ന് തീർച്ചയായിട്ടും ലൈക്കും ഷെയറും ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക. മറ്റൊരു വീഡിയോ മറ്റൊരു ദിവസം കണ്ടുമുട്ടുന്നവരേക്കും ബൈ.